അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു. സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഇന്നെൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അതുപോലെ പുരുഷന്മാർക്കും എല്ലാ ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു വിഷമഘട്ടമാണ് മുടി കൊഴിയുക എന്നുള്ളത്. തലമുടി കൊഴിഞ്ഞു പോകുക എന്നുള്ളത് സ്ത്രീകളെ വല്ലാതെ വിഷമിപ്പിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന ഒന്നുകൂടിയാണ്. അപ്പോൾ തലയിൽ താരൻ ഉള്ള സമയത്താണ് മിക്കവാറും മുടി കൊഴിഞ്ഞു പോകാറുള്ളത്. അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് തലയിൽ താരൻ ഉണ്ടാകുന്ന സമയത്ത് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും മുടി കൊഴിഞ്ഞു പോകാറുണ്ട്. എന്നാൽ പല ആളുകളും പലതും ഉപയോഗിച്ച് പരിപൂർണമായ ഫലം കാണാത്തവരുണ്ട്. എന്നാൽ എൻ്റെ സുഹൃത്തുക്കൾക്ക് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ നാടുകളിലൊക്കെ കണ്ടുവരുന്ന ഒരു സസ്യമാണ് ദന്തപാല. ദന്തപാല അതിൻ്റെ ഇലകൾ കൊണ്ടുള്ള പ്രയോഗമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ തലയിലുള്ള താരന് മാത്രമല്ല, ശരീരത്തിലുണ്ടാകുന്ന ചൊറിക്ക് പോലും വളരെ ഫലം ചെയ്യുന്ന നല്ല ഔഷധ സസ്യത്തിൻ്റെ ഇലയാണ് ദന്തപാല. ഇത് ധാരാളം നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. എങ്കിലും ഞാൻ ഇതുവരെ എൻ്റെ വീഡിയോയിൽ ഇത് പറയാത്തത് കൊണ്ടും പല സ്ത്രീകളും എന്നെ വിളിച്ചുകൊണ്ട് മുടി കൊഴിയുന്നതിന് നല്ലൊരു മരുന്ന് പറഞ്ഞു തരണം, സ്വന്തമായി ഉണ്ടാക്കിക്കൊണ്ട് തേക്കാൻ പറ്റുന്ന ഒരു ടിപ്സ് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അവിടെ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കണ്ടുവരുന്ന ഒരു ഔഷധ സസ്യം കൂടിയാണ് ദന്തപാല. ഈ ദന്തപാലയുടെ ഇല കൊണ്ടാണ് നാം എണ്ണ ആക്കിക്കൊണ്ട് ഉപയോഗിക്കേണ്ടത്. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു പരന്നതായ ഒരു പാത്രത്തിൽ ഏകദേശം 1 ലിറ്റർ വെളിച്ചെണ്ണയാണ് ഇതിന് നാം ഉപയോഗിക്കേണ്ടത്. അപ്പോൾ 1 ലിറ്റർ വെളിച്ചെണ്ണ ഒരു അത്യാവശ്യം കുണ്ടുള്ളതായ ഒരു പാത്രം എടുത്ത് അതിൽ ആ വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ദന്തപാലയുടെ ഇല ഏകദേശം 1 പിടിയോളം അതിലിട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് ദന്തപാല എന്ന് പറയുന്നത്. ഇതാണ് ദന്തപാലയുടെ ഇല. ഈ ഇലയാണ് ഇടേണ്ടത്. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ഇലകൾ അതിലണ്ട് ഇട്ടതിന് ശേഷം 1-2 ദിവസം വെയിൽ കൊള്ളിച്ചാൽ, ഇനി അഥവാ നല്ല വെയിലൊക്കെയാണ് ഉള്ളതെങ്കിൽ, ഈ ദന്തപാലയെ സംബന്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി അതിൻ്റെ ഇലയെ ഞാൻ നിങ്ങൾക്ക് കാണും വിധത്തിൽ കാണിച്ചു തരികയാണ്. ഇതാണ് ദന്തപാല. ഇത് പൊട്ടിച്ചാൽ ഒരു വെള്ള പാല് പോലെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതാണ് ദന്തപാലയുടെ ഇല. ഇതിൻ്റെ മറുഭാഗം ഇതാണ്, ഉൾഭാഗം ഇതാണ്. ഉണ്ടോ? ഇത് ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി ഷൊർണൂർ ഭാഗത്തു നിന്ന് എൻ്റെ പെങ്ങളുടെ വീട്ടിൽ നിന്ന് കൊടുന്നതാണ്. അപ്പോൾ ഇത് ഒരുപാട്
രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു സസ്യത്തിൻ്റെ ഇല കൂടിയാണ്. അപ്പോൾ ഇതാണ് ദന്തപാല. ഇനി ദന്തപാലയുടെ ഇല അറിയാത്തവർക്ക്, ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചാൽ ഈ ദന്തപാല എന്നടിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഇപ്പോൾ എല്ലാ സംവിധാനങ്ങളും ഗൂഗിളിൽ ഉള്ളതുകൊണ്ട് അറിയാത്ത ഏതെങ്കിലും ഔഷധ സസ്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് അറിയണമെങ്കിൽ ഗൂഗിളിൽ അടിച്ചാൽ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇല ഇതാണ്. ഇത് വെളിച്ചെണ്ണ ഒരു പാത്രത്തിൽ ഒഴിച്ച് വെയിലത്ത് വെച്ച് ഈ ഇലകൾ അതിലിട്ട് ആ വെളിച്ചെണ്ണ ചുവപ്പ് വർണ്ണമായാൽ അഥവാ കിളറ് മാറിയാൽ, ഒരു ദിവസം വെച്ചുകൊണ്ട് തന്നെ കിളറ് മാറിയാൽ ആ ഇലകളെല്ലാം അതിലുള്ള വെളിച്ചെണ്ണ കൊന്നുകൊണ്ട് പിഴിഞ്ഞതിന് ശേഷം അത് കുപ്പിയിലാക്കി അത് സ്ഥിരമായി തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയിലുണ്ടാകുന്ന താരൻ അത് മാറിക്കിട്ടും. അതുപോലെ ചൊറിയുള്ള ഭാഗത്ത് നാം തേക്കുകയാണെങ്കിൽ ചൊറി പോലും മാറിക്കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ദന്തപാലയുടെ ഇല ഞാൻ കാണിച്ചു തന്നു. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ദന്തപാലയുടെ ഈ ഇല വെളിച്ചെണ്ണയിലിട്ട് അത് വെയിലത്ത് വെക്കണം. നല്ല സൂര്യപ്രകാശം തട്ടും വിധത്തിൽ ആ എണ്ണ ഈ ഇലയും കൂടി ചൂട് തട്ടിക്കൊണ്ട് ക്രമേണ ആ വെളിച്ചെണ്ണയുടെ കിളറ് ചുവപ്പ് വർണ്ണമാകും. അപ്പോൾ ചുവപ്പ് വർണ്ണമായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ ഇലകളിൽ ഉള്ളതായ വെളിച്ചെണ്ണ എല്ലാം അതിലേക്ക് പിഴിഞ്ഞ് ഉടനെ തന്നെ നാം കുപ്പിയിലാക്കി അത് സ്ഥിരമായി ഉപയോഗിച്ചാൽ നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നതായ തലയിലുള്ളതായ താരൻ അത് മാറിക്കിട്ടും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒന്നുകൂടിയാണ് ഈ ദന്തപാലയുടെ ഇല. വെളിച്ചെണ്ണയിലിട്ട് അത് വെയിലത്ത് വെച്ച് അതങ്ങ് പിഴിഞ്ഞ് ചതക്കുകയൊന്നും വേണ്ട, അതങ്ങനെ പിഴിഞ്ഞ് ആ വെളിച്ചെണ്ണ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് പിഴിയാൻ പറയുന്നത്. ഇലയിൽ പറ്റിയതായ വെളിച്ചെണ്ണ. ഇങ്ങനെ ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നതായ തലയിൽ അലട്ടിക്കൊണ്ടിരിക്കുന്നതായ താരൻ അത് മാറിക്കിട്ടും. ഇനി തലയിൽ ചൊറിയുണ്ടെങ്കിൽ അതും മാറിക്കിട്ടും. അതുപോലെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ചൊറിയുണ്ടെങ്കിലും അതും മാറിക്കിട്ടാൻ വളരെ നല്ലൊരു മാർഗം കൂടിയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.